കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോ നിൽക്കുന്നത് നമ്മുടെ ആലപ്പുഴ ബീച്ചിലാണ് കേട്ടോ. അതായത് ഞങ്ങളുടെ സ്വന്തം ബീച്ച്. ഞാനൊരു ആലപ്പുഴക്കാരി ആയതുകൊണ്ട് പറയല്ല, അടിപൊളി ബീച്ചാണ്. ഇതിന്റെ മെയിൻ എൻട്രൻസ് ഇവിടെ അല്ല കേട്ടോ, അപ്പുറത്തെ സൈഡിലോട്ട് മാറിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് മാറി എൻ്റെ പുറകെ കൂടി ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. കിഴക്കിന്റെ വെന്നീസിലെ അടിപൊളി ഒരു ബീച്ചാണ് കേട്ടോ. ആലപ്പുഴയെ അറിയപ്പെടുന്നത് തന്നെ കിഴക്കിന്റെ വെന്നീസ് എന്നാണ്. കാരണം ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ബീച്ചാണത്. ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സിന് ഇഷ്ടമുള്ള ഒരു ബീച്ചാണ് കേട്ടോ. ഏത് ബീച്ചിൽ പോകണമെന്ന് പറയുമ്പോൾ അവർ ആദ്യം പറയും നമുക്ക് ആലപ്പുഴ ബീച്ചും കുട്ടനാടൊക്കെ പോയാൽ മതി എന്നാണ്. അതാണ് ഈ ബീച്ചിന്റെ പ്രത്യേകത. കൂടാതെ ഫോറിനേഴ്സ് മാത്രമല്ല, ഇന്ത്യൻസ് ഒരുപാട് വരുന്ന ഒരു ബീച്ചാണ്. ഈ ബീച്ചിന്റെ മെയിൻ എൻട്രൻസിൽ പോയി നമുക്ക് കാണാൻ പറ്റും കേരളത്തിന് പുറത്തുള്ള ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അതാണ് ആലപ്പുഴ ബീച്ചിന്റെ പ്രത്യേകത. ഇത്രയും ആൾക്കാർ തിരക്കി ഈ ബീച്ച് കാണാൻ വരണമെങ്കിൽ ഈ ബീച്ചിന് എന്തെങ്കിലും പ്രത്യേകത കാണത്തില്ലേ? ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതാണോ ആലപ്പുഴ ബീച്ച് എന്ന്. ഇതല്ല കേട്ടോ, ഇതല്ല ഇതിന്റെ മെയിൻ എൻട്രൻസ്. പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ വരുവാണെങ്കിൽ ഒരുപാട് തിരക്കാണ് കേട്ടോ. കേരളത്തിനകത്തും പുറത്തുമുള്ള ഒരുപാട് ആൾക്കാർ ഈ ബീച്ച് കാണാൻ വരാറുണ്ട്. കൂടാതെ വഴിയോര കച്ചവടക്കാരും ഒക്കെ ഇവിടെ ഇരിപ്പിടം ഉറപ്പിച്ചേക്കുവാണ്. നമുക്ക് ഒരു അടിപൊളി ബീച്ച് വൈബ് ഇവിടെ നിന്ന് ആസ്വദിച്ചിട്ട് പോകാൻ പറ്റും. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം കേട്ടോ. യഥാർത്ഥത്തിൽ ഞങ്ങൾ ആലപ്പുഴ ബീച്ചൊന്നും കാണിക്കാൻ വേണ്ടിയൊന്നും വന്നതല്ല. പിന്നെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ആലപ്പുഴ ബീച്ചിനെ പറ്റിയും കുറച്ച് പറയണം, ബീച്ചും കൂടെ നിങ്ങളെ കാണിക്കണ്ടേ, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ. ഈ ബീച്ചിനെ കേന്ദ്രീകരിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ ആലപ്പുഴ ബീച്ചിലെ ഈ കാറ്റാടി മരങ്ങൾക്കിടയിൽ ഒരു വമ്പൻ പ്രോജക്റ്റ് വരാൻ പോവാണ് കേട്ടോ. അത് നിങ്ങളെ അറിയിക്കാനും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സാധാരണ ഈ ബീച്ചിൽ വന്ന രാത്രി 10 മണി വരെയൊക്കെ ഇവിടെ എല്ലാവരും കറങ്ങി നടക്കുന്നത് കാണത്തുള്ളൂ. അതിനുശേഷം എല്ലാവരും വീട്ടിൽ പോകലാണ് പതിവ്, അല്ലെങ്കിൽ അവരവിടുന്ന് ഓടിച്ചു വിടും കേട്ടാ. രാത്രിയിലൊന്നും അവിടെ ഇരിക്കാനുള്ള പെർമിഷൻ ഒന്നുമില്ല ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇനി മുതൽ രാത്രി 2 മണി വരെ നിങ്ങൾക്ക് ആലപ്പുഴ ബീച്ചിൽ അർമാദിച്ചിട്ട് പോകാം. അതായത് DTPCയുടെ അടിപൊളി പ്രോജക്റ്റ് ആണ് ഇപ്പൊ ഇവിടെ വരുന്നത്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയായിരിക്കും. സാധാരണ ഈ ബീച്ചിൽ തന്നെ ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പോലും സ്പേസ് കാണത്തില്ല. അത്രയ്ക്ക് ആളാണ് ഇടിച്ചു കയറുന്നത്. ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാഴ്ചയാണ് അവിടെ കാണുന്നത് കേട്ടോ. അപ്പം ഈ കാറ്റാടി മരങ്ങൾക്കിടയിൽ വരുന്ന പുതിയ പ്രോജക്റ്റിനെ പറ്റി നിങ്ങൾക്ക് അറിയണ്ടേ? വാ, അങ്ങനെ ഞാൻ ഈ കാറ്റാടി മരത്തിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കാൻ പോവാണ് കേട്ടോ. എൻ്റെ പൊന്നോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, ഒരു വല്ലാത്ത ഫീലിംഗ്. ബീച്ച് പ്രത്യേകിച്ച് അടുത്തായോണ്ട് ആ തിരയുടെയൊക്കെ ആ ഒരു ഇരമ്പലും അവിടുന്ന് വരുന്ന ഒരു കാറ്റും, കൂടാതെ ഈ കാറ്റാടി മരത്തിന്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ കിട്ടുന്ന തണലും പ്രത്യേക ഒരു കാറ്റും കൂടെ നമ്മളെ മനസ്സിനെ ഉലച്ചു കളയും. ഇവിടുന്ന് പോകാനേ തോന്നത്തില്ല. ഒരു രക്ഷയില്ലാത്ത അനുഭവമാണ്. ഞാനിത് വെറുതെ ഒന്നും പറയുമല്ല. ഇതുപോലുള്ള കാറ്റാടി തോട്ടങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് കയറിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ബാല്യകാലം ഓർമ്മ വരുന്നത് കേട്ടോ. സാറ്റ് കളിക്കാനൊക്കെ തോന്നുവാ. നിങ്ങൾ ഇത് കണ്ടിട്ടൊന്നും ചിരിക്കണ്ട. ഇടയ്ക്ക് വന്ന് ഞാൻ ഇവിടുന്ന് സാറ്റൊക്കെ കളിക്കാറുണ്ട്. നമ്മുടെ കുട്ടിക്കാല ഓർമ്മയിലേക്ക് ഒന്ന് പോകാൻ അതൊക്കെ നല്ലതാണ്. ഇനി നമുക്ക് ഇതിന്റെ ഇടയിൽ വരാൻ പോകുന്ന പുതിയ പ്രോജക്റ്റിനെ പറ്റി കുറച്ച് സംസാരിക്കാം അല്ലേ? അല്ലെങ്കിൽ തന്നെ ആലപ്പുഴ ബീച്ചിൽ വരുന്നവർക്ക് തിരിച്ചു പോകണ്ടെന്നാണ് പൊതുവെയുള്ള സംസാരം. കാരണം നൊസ്റ്റാൾജിയ തോന്നുന്ന ഒരുപാട് ഐറ്റംസ് വാങ്ങിച്ചു കഴിക്കാനും കാണാനും ഇവിടെ പറ്റും കേട്ടോ. പട്ടം പറത്താനും, കടൽപ്പാലം കാണാനും, കടലിലെ തിരമാലകളെ കാണാനും, കപ്പലും കണ്ട് അതുകൂടാതെ കുതിരപ്പുറത്തും കയറി ആസ്വദിച്ചിട്ട് നമുക്കങ്ങ് പോകാം. പിന്നെ ഞാനൊരു പ്രോജക്റ്റിനെ പറ്റി നിങ്ങളോട് നേരത്തെ സംസാരിച്ചില്ലേ? ഇതിൻ്റെ അകത്തൊരു പ്രോജക്റ്റ് വരാൻ പോവാന്ന്. ഇത് എന്തുവാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ സന്തോഷിക്കുമെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ കേട്ടോ. എൻ്റെ പൊന്നോ, ഇതിൻ്റെ അകത്ത് ഒരുപാട് 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 കടകൾ വരാൻ പോവാണ്. കൂടുതൽ ഫുഡിൻ്റെയാണ് കേട്ടോ. കൂടാതെ കുട്ടികൾക്ക് പറ്റിയ വെറൈറ്റി ഗെയിമുകൾ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തൊരു കാഴ്ചയും എന്തൊരു അനുഭവമായിരിക്കുമെന്ന്. ഇനി രാത്രി 2 മണി വരെ ഇവിടെ ഒന്ന് അർമാദിച്ച് ഉല്ലസിച്ചിട്ട് നമുക്ക് പോകാം കേട്ടോ. ഇതേ കടകൾ എടുക്കാൻ വേണ്ടി വന്നവരാണ് കേട്ടോ. ഇവിടെ കടകൾ എടുക്കാൻ വേണ്ടി ആൾക്കാരുടെ തിരക്കാണ്. നമുക്ക് അവരോട് തന്നെ അങ്ങനെ ഞങ്ങൾ ഇവരോട് സംസാരിച്ചു കേട്ടോ. ഞങ്ങൾക്ക് അറിയുന്നവരിക്കുകയായിരുന്നു. ഇവരിവിടെ കട എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ കട കൊടുക്കുന്നത് സ്ക്വയർ ഫീറ്റ് കണക്കിനാണ്.
അങ്ങനെ അതും കൂടെ കേട്ടപ്പം ഒരുപാട് സന്തോഷമായി. ഇത് ഒരുപാട് പേര് അറിഞ്ഞിട്ടൊന്നുമില്ല, കുറച്ചു പേർക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. ഇനി ഒരുപാട് പേര് അറിയാനിരിക്കുന്ന കാര്യമാണ്. എന്തായാലും ആലപ്പുഴക്കാരി എന്ന നിലയിൽ എനിക്ക് ഒരുപാട് അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. ഇനി നിങ്ങൾക്ക് നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ ഇങ്ങോട്ട് പോകും എന്നൊരു തോന്നലൊന്നും വേണ്ട. നേരെ നമ്മുടെ ആലപ്പുഴയ്ക്ക് വിട്ടോ. ഇവിടെ വന്ന് അടിപൊളി ഫുഡൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ച് രാവിലെ പോകാം കേട്ടോ. ആലപ്പുഴയിലെ ഫുഡിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഒരാലപ്പുഴക്കാരി ആയതുകൊണ്ടൊന്നുമല്ല ഞാനിത് പറയുന്നത് കേട്ടോ. ഏറ്റവും ടേസ്റ്റുള്ള ഫുഡ് കിട്ടുന്ന സ്ഥലം നമ്മുടെ ആലപ്പുഴയാണെന്നാണ് പൊതുവെയുള്ള സംസാരം. കാണുന്നതാണ് നമ്മുടെ ആലപ്പുഴ ബീച്ച്. ആലപ്പുഴ ബീച്ച് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനീ പറയുന്നത് കേട്ടോ. കണ്ടോ, ആ ബീച്ച് എന്തോ വെച്ച് മറച്ചു വെച്ചേക്ക് നിങ്ങൾക്ക് കാണാമല്ലോ. ഈ കാറ്റാടി മരവും ബീച്ചുമായിട്ട് എന്തോ വെച്ച് അവർ മറച്ചു വെച്ചേക്കുവാണ്. ഇരുമ്പ് പോലത്തെ എന്തോ ഒരു നെറ്റൊക്കെയാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരിതൊക്കെ എടുത്ത് മാറ്റും. അപ്പോൾ ഈ കടകളൊക്കെ മോണ്ട ബീച്ചിൽ തന്നെ ആവും. സത്യത്തിൽ ഇതിൻ്റെ അകത്ത് നിന്നിട്ടേ വല്ലാത്തൊരു ഫീലാണ് കിട്ടുന്നത്. കാരണം കാറ്റിങ്ങോട്ട് അടിച്ചിട്ട് ഒരു രക്ഷയില്ല, നിന്ന് തന്നെ ഉറങ്ങിപ്പോവുകയാണേ. കൂടാതെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ കസേരകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഇരുമ്പിൻ്റെതാണ്. ഇതൊന്നും ഇപ്പോഴുള്ളതല്ല, നേരത്തെ ഉള്ളതാണ് കേട്ടോ. ഇതൊക്കെ DTPCയുടെ വകയായിട്ടാണ്. ഒരു നേരെ തന്നെ ഉണ്ട് ഇതുപോലെ ചെയറുകൾ. ഇതിൻ്റെ അകത്ത് നടക്കുകയും ചെയ്യാം കാറ്റാടി മരത്തിന്റെ ഇടയിൽ കൂടെ. കൂടാതെ ഇവിടെ ഇരുന്നിട്ട് ബീച്ചൊക്കെ ആസ്വദിച്ച് ആ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കാം. പിന്നെ എക്സസൈസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതുപോലുള്ള ഒരുപാട് മിഷനുകൾ ഇവിടെ ഉണ്ട്. അതിലൊക്കെ കയറി നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല ഒരു അടിപൊളി വൈബാണ്. എന്തൊക്കെ തന്നെയാണേലും ഇപ്പൊ തന്നെ ഇവിടെ അടിപൊളിയാണ് കേട്ടോ. എന്തോരം മിഷനുകളാണ് കിടക്കുന്നത് നിങ്ങൾ നോക്കിയേ. എക്സസൈസ് ചെയ്യേണ്ടവർക്ക് ബീച്ച് ആസ്വദിച്ച് നിന്ന് കാറ്റാടി മരത്തിലെ കാറ്റൊക്കെ കൊണ്ട് എക്സസൈസ് ചെയ്യാം. കൂടാതെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് വെറൈറ്റി ഐറ്റംസും ഉണ്ട്. പിന്നെ ഇവിടെ ഇരിക്കേണ്ടവർക്ക് ബീച്ച് ആസ്വദിച്ച് ഇരിക്കാൻ ചെയറുകളും ഉണ്ട്. ഇതിൽ പരം ഇനി എന്തുവാണ് വേണ്ടത് കേട്ടോ. ഇപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്തുമായിരിക്കും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഓമലാളെ നിന്നെയോർത്ത് കാത്തിരിപ്പിൻ സൂര്യമുനയിൽ മമകിനാക്ക് കോർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്തു, ഞാൻ നിനക്കൊരു മാല തീർത്തു, ഓമലാളെ നിന്നെയോർത്ത്. എൻ്റെ ഈ പാട്ട് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.